ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഓർക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന്. ടു ഓഫ് വൺസ്, ടു ഓഫ് കപ്സ്, ഡെത്ത്, സെവൻ ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, ടെമ്പറൻസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, സ്ട്രെങ്ത്. ഇത്രയുമാണ് കിട്ടിയേക്കുന്നത്. നമുക്കിവിടെ ടു ഓഫ് വൺസ് ആണ് ആദ്യം കിട്ടിയത്. ഇത് പറഞ്ഞു തരുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് ഈ ഒരു സമയത്ത് ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ടാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ ഈ ഒരു ടു ഓഫ് വൺസ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മറ്റെല്ലാവരേക്കാളും ഈ ഒരു സമയത്ത് നിങ്ങൾക്കാണ് ഈ ഒരു വ്യക്തി പ്രാധാന്യം കൂടുതലായി നൽകുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു ടു ഓഫ് കപ്സ് പറഞ്ഞു തരുന്നത് ഇതൊരു ആത്മബന്ധത്തിൻ്റെ കാർഡാണ്. ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ആ ഒരു വ്യക്തിയെ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ വേണമെന്നുള്ളൊരു ആത്മാർത്ഥമായ ചിന്ത ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതാണ് നമുക്കിവിടെ ഈ ഒരു ടു ഓഫ് കപ്സ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഡെത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇതൊരു അവസാനമല്ല കാണിക്കുന്നത്, ഇതൊരു ട്രാൻസ്ഫർമേഷനാണ് കാണിക്കുന്നത്. അതായത് അവർ പഴയ രീതികളിൽ നിന്നോ അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളിലെ വേദനയിൽ നിന്നോ ഈ ഒരു സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതിയൊരു ജീവിതത്തിലോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളോടൊത്ത് സന്തോഷകരമായിട്ട് പുതിയൊരു പുതിയൊരു വഴിയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പുതിയൊരു വെളിച്ചമാണ് നമുക്കിവിടെ ഈ ഒരു മാറ്റത്തിന് ശേഷം കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തോ ഒരു സെവൻ ഓഫ് പെൻറ്റക്കിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ബന്ധത്തെ അവർ സഹനത്തോടും അതുപോലെ തന്നെ പ്രതീക്ഷയോടും നോക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്തോ ഒരു ഫലം കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ഇനി ആ ഒരു ഫലം കിട്ടുമോ അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആശങ്കയും അതുപോലെ തന്നെ പ്രതീക്ഷയും മിശ്രിതമായ ഒരു അവസ്ഥയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം നീതിയും സത്യവും നിറഞ്ഞതാണെന്ന് ഈ ഒരു ജസ്റ്റിസ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ ഈ ഒരു ബന്ധത്തെ വളരെയധികം സത്യസന്ധമായി വിലയിരുത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ ഒരു വ്യക്തി വളരെയധികം ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കാർമിക് ബാലൻസിങ് ആണെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ആത്മാക്കൾ പഴയ ജീവിതത്തിലെ പാഠങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയിലാണെന്നും കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, അവർ നിങ്ങളുമായുള്ള ഈ ഒരു ബന്ധത്തിൽ ശാന്തതയും അതുപോലെ തന്നെ ദൈവിക മാർഗനിർദ്ദേശവും തേടുകയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ഇവിടെ ടെമ്പറൻസ് ആണ് കിട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, ഈ ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്ഷമ കുറവാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ക്ഷമയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സമയമെടുത്ത് ഇമോഷണൽ ബാലൻസ് നേടാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു സ്നേഹം, നിങ്ങളോടുള്ള അവരുടെ സ്നേഹം ഡിവൈൻ ടൈമിങ്ങിൽ മുന്നോട്ട് പോകുമെന്ന് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇതൊരു ആത്മീയ ബന്ധമാണ്, നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ആത്മീയ ബന്ധമാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് വളരെയധികം ആത്മാർത്ഥമായി തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്നാണ് ഈ ഒരു കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്തേണ്ട ഒരാൾ തന്നെയാണ് എന്നുള്ളൊരു ചിന്തയും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ശക്തമായി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ ശക്തവും ആഴവുമായ ഒരു സ്നേഹം തന്നെയാണ് കാർഡ്സുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം.
അതുപോലെ തന്നെ മറ്റാരെയും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും അവർ ഇത്രയും ആഴത്തിൽ സ്നേഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്കിവിടെ ഈ ഒരു കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആത്മീയമായ അവർക്ക് പലതരത്തിലുള്ള തിരിച്ചറിവുകൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ഭയം, പഴയ വേദന, കാർമിക് ബാലൻസ് എല്ലാം തീർക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് സമയം അത് ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നേരെ ആക്കിയതിന് ശേഷം അവർ നിങ്ങൾക്കരികിലോട്ട് വീണ്ടും വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ മുഴുവനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് ശരിയായവർ എന്നുള്ളൊരു ബോധം ഉറച്ചിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്കരികിലോട്ട് വരുവാനും ഭാവിയിൽ അവരുടെ കൂടെ നിങ്ങളെ കൂട്ടുവാനും വളരെയധികം ശക്തമായ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി തന്നെ വിശ്വസിക്കാമെന്നാണ് ഇവിടെ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.